ഹലോ മക്കളെ, മിസ് ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ പലരും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. ആൻഡ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്നു. ആൻഡ് എല്ലാവർക്കും കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, കുറേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഇപ്പോൾ പഠിക്കണേ, അല്ലെങ്കിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണോ രക്ഷപ്പെടുക, ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കണ്ടൻറ്റ് ക്രിയേഷൻ ഇറങ്ങിയാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത് പഠിക്കേണ്ട കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് പോകണം എന്നാണോ? ഒരിക്കലും അല്ല. അതായത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷനാണ്, നിങ്ങൾക്ക് അങ്ങനെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആവാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രായമാണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പം ഈ യൂട്യൂബിൽ കാണുന്ന ഈ ഒരു ആവേശവും മേളവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിപ്പൊക്കെ നിർത്തി നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേഷനിൽ ഇറങ്ങുകയാണ്. ആൻഡ് നമ്മൾ വിചാരിച്ചതുപോലെ അത് ശരിയായില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ ഓൾറെഡി നമ്മുടെ എഡ്യൂക്കേഷൻ കളഞ്ഞിട്ടുണ്ടാകും, നമ്മൾ അതൊക്കെ വിട്ടിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിപ്പിൽ നമ്മൾ ഉഴപ്പിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾക്ക് ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലില്ല. നമ്മൾ എല്ലാം വിട്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒരു പ്ലാൻ ബി ഇല്ലാത്ത അവസ്ഥയാകും. നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു തകർച്ച വരിക, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അതാണോ താല്പര്യം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്കൊരു SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് നിങ്ങൾ +1 +2 നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ്, അതിപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് മാത്രം മിസ് പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ഓക്കെ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി അതല്ല എഞ്ചിനീയർ ആണെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ എങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചുണ്ടാക്കിയ സാധനം എന്നും നിങ്ങളുടെ കയ്യിലുണ്ടാകും അല്ലേ? അത് ഇനിയിപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്കിതല്ല, എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു വ്ളോഗർ ആവാൻ തന്നെയാണ് ആഗ്രഹം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹം, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാം. കാരണം അതെങ്ങാനും ഫ്ലോപ്പ് ആയാലും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാൻ ബി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ആ റിസ്ക് എടുക്കാം. മറ്റേത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ എഡ്യൂക്കേഷൻ വിട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിച്ച് ശേഷമാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്, ഈ റിസ്ക് എടുക്കുന്നതെങ്കിലും ആ റിസ്ക് എടുത്തവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കയ്യിൽ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുത്താലും കുഴപ്പമില്ല. ഫ്ലോപ്പ് എന്തായാലും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ഫ്ലോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പോയി കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മൾ ജീവിക്കും, നമ്മുടെ കോഴ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതുമല്ല, നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ പുറമേ കാണുന്നത് എന്താണ്, എല്ലാവരുടെ കയ്യിലും കുറേ പൈസയുണ്ട്, അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നു, അവർ കുറേ ട്രാവൽ ചെയ്യുന്നു, കുറേ കൊലാബറേഷൻ ചെയ്യുന്നു, അവർക്ക് കുറേ ഡ്രസ്സ് കിട്ടുന്നു, കുറേ സാധനങ്ങൾ കിട്ടുന്നു. ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു എഫേർട്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഉപേക്ഷിച്ച് നിങ്ങൾ ഫുൾ പഠിക്കണം എന്ന് മാത്രം മിസ് പറയില്ല. പക്ഷേ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്നും നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആവാൻ പറ്റിയാലും ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ ഈ ഫീൽഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം മാറ്റങ്ങൾ പലതരത്തിൽ വരാം. അപ്പം നമ്മളുടെ കയ്യിൽ അത് ഉണ്ടാവും ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം അത് എന്താവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും SSLCയിലാണല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, SSLC നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ +1 വരുന്ന സമയത്ത് +1 അടിപൊളിയായിട്ട്, +1 +2 നന്നായിട്ട് പഠിക്കുക.
ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, ഒരു ഡിഗ്രി കോഴ്സ്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ആ ഡിഗ്രി കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം എന്താണ്, ഇപ്പം നമുക്ക് SSLC ആണ് അടിപൊളിയാക്കാനുള്ളത്. അപ്പോൾ SSLC നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ മുന്നോട്ട് പോവാം. ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല, നിങ്ങൾ ഇതിപ്പോൾ ഏകദേശം തീരാറായില്ലേ മിസ്, ഞങ്ങൾ ഇനി ഇപ്പം നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, ഇനി നമ്മുടെ +1 +2 അടിപൊളിയാക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ +1 അഗ്നി ബാച്ച് ഉള്ളത്. ഓക്കെ, കാരണം +1ലെയും +2ലെയും നിങ്ങളതിനെ എങ്ങനെ നേരിടുന്നു, നിങ്ങളതിനെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് +1 സയൻസ് പഠിക്കുന്ന സമയത്തായിരിക്കും ബയോളജീനോട് കുറച്ച് കൂടുതൽ ഇഷ്ടം, എന്നിട്ട് ബയോളജിയുടെ ഫീൽഡിലേക്ക് വരിക. ചില ആൾക്കാരോ ബയോളജി എനിക്ക് ശരിയാവില്ല, ഞാൻ ഈ ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് സ്ഥലമായിരിക്കും ഈ ഒരു +1 +2. അപ്പോൾ +1 +2ൽ നമുക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടണം, നല്ലൊരു സ്കൂളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, SSLC നന്നായി പഠിക്കുക. അതെൻ്റെ മക്കളെല്ലാവരും ഇപ്പം നല്ലപോലെ ചെയ്യുന്നുണ്ട് എന്ന് മിസ് കരുതുന്നു. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ശക്തി ബാച്ച് ഉണ്ട്. ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വളരെ നേരത്തെ ഇപ്പം തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ്, ഓക്കെ, നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാകും. കാരണം ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് മാത്രമേ നമ്മുടെ ഈ ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. 5,999 ആണ് നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ വരുന്നത്. ഇനി നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വാല ബാച്ച് ഉണ്ട്. പിന്നെ മിസ് പറഞ്ഞില്ലേ, ചില മക്കൾക്ക് എന്തായിരിക്കും ഇങ്ങനെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആഗ്രഹം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. ഇനി നിങ്ങൾക്ക് JEE പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. നിങ്ങൾക്കറിയാം അത് എത്രത്തോളം എഫക്റ്റീവാണ് നിങ്ങൾക്കെന്നുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ +1ലേക്ക് വരുമ്പോൾ നമുക്ക് ഫുൾ സിലബസ് നമ്മൾ ലൈവായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ PDF നോട്ട്സ് ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് അതും ഉണ്ടാകും. പക്ഷെ നമ്മൾ ലൈവായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ബുക്ക് സെറ്റ് ഉണ്ടാകും, വർക്ക്ഷീറ്റും, അതേപോലെ തന്നെ എക്സാംസും മോഡൽ എക്സാംസും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു 5,999 ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കാതെ താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഒന്നും നോക്കണ്ട, പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, അത് ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഒരു സർട്ടിഫിക്കറ്റും ഒരു കോഴ്സും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും നിങ്ങൾ ചിലർക്ക് പറയുന്നുണ്ടാവും, മിസ് ആ ആൾ ഇങ്ങനെയല്ലേ, അയാൾ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലല്ലോ, എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഉണ്ടായില്ലേ. നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ 100-ൽ ചിലപ്പോൾ ഒരു 10% ആയിരിക്കും. ബാക്കി മെജോറിറ്റി ആൾക്കാരും അവർ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് അവരുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റും കോഴ്സും ഒക്കെ ഉണ്ടായിട്ട് പിന്നീട് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി അവരുടെ പാഷൻ ഫോളോ ചെയ്തതായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, അവരുടെ കയ്യിലൊരു പ്ലാൻ B ഉണ്ട്. അതേപോലെ വേണം എൻ്റെ കുട്ടികൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിലൊരു സേഫ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് അത് ചെയ്യാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്.